വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. രുചിയേറും പെരുമ ഇനി വണ്ടൂരിലും. ബേക്കറി, കൂൾബാർ, ചോക്ലേറ്റ്, നട്ട്സ്, ബ്രോസ്റ്റ്, ഷവായ, ഷവർമ, ബർഗർ, സാൻഡ്വിച്ച് എന്നിവയ്ക്ക് മാത്രമായി യമ്മി ബേക്സ് വണ്ടൂർ പാണ്ടിക്കാട് റോഡിൽ സാറ ഗോൾഡിന് സമീപം തുറന്ന് പ്രവർത്തനമാരംഭിച്ചു. മാനേജിംഗ് ഡയറക്ടർ കരളിക്കാട്ടിൽ ഹനീഷിന്റെ മാതാവ് മണലിമ്മൽ ബിയാത്തു ഉദ്ഘാടനം ചെയ്തു. ഏവർക്കും ഈ ബേക്കറി സന്ദർശിക്കുവാനുള്ള സമയമാണ്. വൈവിധ്യമാർന്ന രുചിക്കൂട്ടുകൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. ഒപ്പം നിങ്ങൾക്ക് കൈനിറയ സമ്മാനങ്ങളും അല്പസമയത്തിനകം ലഭ്യമാകുന്ന ഒരു മത്സര പരിപാടികളിലേക്കാണ്. ഏവർക്കും സ്വാഗതം. ഉദ്ഘാടന ഫസ്റ്റ് സൈഡ് സിയാസ വേഗം അത് കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്ത ആളോട് ചോദിക്കാം. ഉദ്ഘാടന ചടങ്ങിൽ സ്റ്റാർ മാജിക് ഫെയിം സിനിമ മോഡൽ ആക്ടർ ഷിയാസ് കരീം മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഫസ്റ്റ് സൈഡ് സിയാസ വേഗം അത് കഴിഞ്ഞു. അധികം ഉള്ളിൽ കയറ്റം അലഞ്ഞ് പരിപാടി അതിന് ബയോഡാറ്റ പറയാനേ പറയാം. എന്ത് ഭക്ഷണം കഴിച്ചാലും വളരെ ടേസ്റ്റ് ആണെന്നുള്ള അർത്ഥമാണ് യമ്മി. അപ്പോൾ യമ്മി ബേക്കേഴ്സിന് എല്ലാ ആശംസകളും. ഇവിടെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും വളരെ ടേസ്റ്റി ആയിരിക്കും. അതാണ് യമ്മി എന്നുള്ള പേരിടാൻ കാരണം. അപ്പോൾ ഹായ് സുഖല്ലേ? അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ആളുകൾ ഇവിടെ വന്ന് നല്ല കേക്കും നല്ല സ്വീറ്റ്സും എന്താണ് എല്ലാ ഐറ്റംസും ഉണ്ട്. ഇവിടെ ഈ വീട്ടിലേക്ക് വന്ന എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. എന്നാലും യമ്മി ബേക്സിന് എല്ലാവിധ ആശംസകളും. ഇത് എനിക്ക് ഇവിടെ പ്രത്യേകത തോന്നാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. കാര്യം പറഞ്ഞാൽ ഉമ്മയുടെ കയ്യിലൂടെ ഒരു സ്ഥാപനം തുടങ്ങി കഴിഞ്ഞാൽ അത് ഹയറായിരിക്കും. പിന്നെ ഇവിടുത്തെ ആളുകളുടെ ഈ ഒരു സപ്പോർട്ട്, ഇത്രയും നല്ല വെയിലുണ്ട്, എന്നിട്ട് ഇത്ര ആളുകളുടെ തനിച്ചുകൂടി നിൽക്കുന്നതിന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും മാഷാ അല്ലാഹ് ഭയങ്കര സന്തോഷം. എല്ലാവരും വന്ന് ഈ സംരംഭം വിജയിപ്പിക്കണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ചടങ്ങിൽ കരളിക്കാട്ടിൽ അഹമ്മദ് കുട്ടി നിർവഹിച്ച ആദ്യ വിൽപ്പന അഡ്വക്കേറ്റ് വി ഹുസൈൻ കോയ തങ്ങൾ ഏറ്റുവാങ്ങി.
പാർട്ടി ഓർഡറുകൾക്കുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9497349209 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. മത സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു.